ഹായ്, വെൽക്കം ബാക്ക് ടു ജെൻറ്റിൽ പാരൻറ്റിങ്. സോ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു കുട്ടികളുടെ ഓരോ ബിഹേവിയറും കമ്മ്യൂണിക്കേഷനാണ്. അതിനെക്കുറിച്ച് കോൺഷ്യസ് ആയാൽ നമുക്ക് ജെൻറ്റിൽ ആവാം എന്നുള്ളത്. അത് ഒറ്റയടിക്ക് നമുക്ക് ചിലപ്പം മാറ്റാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഐ ഗിവ് യു വളരെ സിമ്പിളായിട്ടുള്ള 3 സ്റ്റെപ്സ്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പോസ്. ജസ്റ്റ് പോസ് ചെയ്യാം. അവിടെ കുട്ടികൾ ഭയങ്കര അടി ഉണ്ടാക്കുക, അല്ലെങ്കിൽ വാശി പിടിക്കുന്നുണ്ട്, കരയുന്നുണ്ട്, സംതിങ് നമുക്ക് പ്രഷർ കയറുന്ന കുട്ടികളൊരു ബിഹേവിയർ ഉണ്ടായെന്ന് വിചാരിക്കുക. ഉടനെ പോയി റിയാക്ട് ചെയ്യാതെ, ഉടനെ പോയി 2 പൊട്ടിച്ചു കൊടുക്കാതെ പോസ്. അതാണ് ആദ്യം ചെയ്യാനുള്ളത്. പോസ് ചെയ്യാം. ഒരു 1-2 സെക്കൻഡ് പോസ് ചെയ്യാം. ആ പോസ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ കോൺഷ്യസ് ആവും. നമ്മൾ ഉടനെ ചെയ്യുമ്പോഴാണ് നമുക്ക് കോൺഷ്യസ് ആവാൻ സമയം കിട്ടാത്തത്. 2 സെക്കൻഡ് പോസ് ചെയ്താൽ കോൺഷ്യസ് ആവും. ഇത് കുട്ടികളാണ്. നെക്സ്റ്റ്, നമുക്ക് ദേഷ്യം കുറഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. നമ്മൾ പിന്നെയും എന്താ ചെയ്യേണ്ടതെന്നുള്ളതായിരിക്കും. 2ാമത്തെ സ്റ്റെപ്പാണ് ബ്രീത്ത്. ഒന്ന് ബ്രീത്ത് ചെയ്യണം. ഇതൊന്നും ചുമ്മാ പോകുന്നതല്ല. ഇതിൻ്റെ പുറകിലൊരു ബയോളജി ഉണ്ട്. അത് നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്തുകൊണ്ടാണ് നമ്മളൊന്ന് ബ്രീത്ത് ചെയ്യുമ്പോഴേക്കും നമുക്ക് ദേഷ്യം കുറയണത് എന്നുള്ളത്. നമ്മളൊരു പരിപാടിക്ക് പോവുകയാണെങ്കിലും മെഡിറ്റേഷനിലൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ ഡീപ്പ് ബ്രീത്തിങ്. ആ ബ്രീത്തിങ്ങിന് ബയോളജിക്കൽ റീസൺ ഉണ്ട്. എനിവേ, അതിലേക്ക് നമുക്ക് പിന്നെ പോകാം. പോസ് ചെയ്യാം, ബ്രീത്ത് ചെയ്യാം. ഇത് രണ്ടും ചെയ്യുമ്പോഴേക്ക് തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒന്ന് സ്റ്റഡി ആയിട്ടുണ്ടാവും. ദെൻ റെസ്പോണ്ട്, നോട്ട് റിയാക്ട്. നമ്മളൊന്ന് റെസ്പോണ്ട് ചെയ്യണം. ഈ റെസ്പോണ്ട് ചെയ്യുന്ന സമയത്ത് പോയി 2 പൊട്ടിച്ചു കൊടുക്കണേക്ക് മുന്നേ എന്താ ഇവിടെ പറ്റിയേ, എന്താ സംഭവിക്കണേ എന്ന് ചോദിക്കുക. ഇത് നമ്മൾ യൂഷ്വലി ചെയ്യാത്തൊരു കാര്യമായിട്ട് പെട്ടെന്ന് നമ്മൾ പോയി ചോദിക്കുമ്പോൾ അവർ വാശിയും ദേഷ്യവും തന്നെ ആയിരിക്കും. പക്ഷെ നമ്മളിത് 1-2 പ്രാവശ്യമൊക്കെ ചെയ്യുമ്പോഴേക്കും മേ ബി അവരെന്താ കാര്യം എന്ന് പറയുന്നുണ്ടാവും. ആ പറയുന്ന കാര്യങ്ങൾ കുറച്ച് കുഞ്ഞു കുട്ടികളുടെ കാര്യമായിട്ടോ പറയുന്നത്. ഒരു ബിലോ 8 ഇയേഴ്സ്, ബിലോ 10 ഇയേഴ്സ് വരെ ഉള്ള കുട്ടികളിൽ അവർ പറയുന്നത് അങ്ങനെ തന്നെ പറയാം. അവൻ എൻ്റെ പെൻസിൽ എടുത്തു, ഞാൻ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ തെറ്റിച്ചു എന്ന് പറയുമ്പം യൂഷ്വലി നമ്മൾ എന്ത് ചെയ്യും? തെറ്റിച്ചു അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കി എന്ന് പറയുന്ന കുട്ടിയുണ്ടല്ലോ. 2 മക്കളുണ്ടെങ്കിൽ എപ്പോഴും ഒരാൾ വില്ലനും ഒരാൾ പാവമായിരിക്കും. അത് ഭയങ്കരമായിട്ടുള്ള സിബ്ലിംഗ് റൈവൽറിക്ക് കാരണമാക്കും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവൻ എൻ്റെ പെൻസിലെടുത്തു, അവൻ എഴുതുന്നത് തെറ്റിച്ചു എന്ന് പറയുമ്പോൾ ഉടനെ നമ്മൾ മറ്റേ ആളിനെ വഴക്ക് പറയും. നീ എന്താ എപ്പോഴും ഇങ്ങനെ, നിൻ്റെ ബ്രദർ അല്ലേ എപ്പോഴും ഇങ്ങനെ ബുദ്ധിമുട്ടാക്കിക്കൊണ്ടിരിക്കുന്നു, നീ കുറച്ച് വലുതല്ലേ, നിനക്കൊന്ന് ശ്രദ്ധിച്ചൂടെ. ചിലപ്പോൾ വലിയ കുട്ടികളോട് പറയും. ചെറുതുങ്ങളോടും പറയും, നീ എന്തിനാ എപ്പോഴും അവൻ്റെ പുറകെ പോകുന്നത്, അവൻ വലുതല്ലേ, വലിയ കുട്ടിയല്ല, അവന് പഠിക്കാനുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു കുട്ടിയുടെ സൈഡ് എടുക്കും. അത് ഭയങ്കര ഡേഞ്ചറസ് ആട്ടോ. ഈയിടെയായിട്ട് സിബ്ലിംഗ് റൈവൽറി ഭയങ്കര കൂടി വരുന്നുണ്ട് കൗൺസിലിംഗ് നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ. സോ അതിൻ്റെ മെയിൻ റീസൺ നമ്മൾ ഈ സൈഡ് എടുക്കുന്നതാണ്. അത് നമ്മൾ റിയാക്ട് ചെയ്യുന്നതാണ്. റിയാക്ട് ചെയ്യരുത്. നമ്മൾ പോസ് ചെയ്ത് ബ്രീത്ത് ചെയ്ത് നമ്മൾ പോയി കാര്യം ചോദിക്കുന്നു. അപ്പോൾ അവർ കാര്യം പറയുന്നു. അവരോട് അതേ വാക്കുകൾ തിരിച്ചു പറയാം. മോൻ്റെ പെൻസിൽ അവൻ എടുത്തോ, അവനെ എടുങ്ങാറാക്കിയോ, യു ക്യാൻ ആസ്ക്. എന്നിട്ട് അപ്പോൾ മറ്റേ കക്ഷിയും പലതും പറയുന്നുണ്ടാവും. മറ്റേ കക്ഷി പറയുന്നതും കേൾക്കുക. ഇതാണ് മെയിനായിട്ട് വേണ്ടത്. 2 പേർക്കും നമ്മൾ കേട്ടു എന്ന് തോന്നുമ്പോൾ, ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ, മിക്കവാറും ഇഷ്യൂസ് ഉണ്ടാകുന്നത് നമ്മുടെ അറ്റൻഷന് വേണ്ടിയിട്ടാണ്. നമ്മൾ തിരക്കാവുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ എത്ര അറ്റൻഡ് ചെയ്താലും കുട്ടികൾക്ക് മതിയാവില്ല. കുട്ടികൾക്ക് പാരൻസിൻ്റെ അറ്റൻഷൻ കിട്ടിക്കൊണ്ടേയിരിക്കണം. അത് അവരുടെ ഒരു ബേസിക് നീഡാണ്. സോ നമ്മൾ 2 പേരെയും കേൾക്കുക. എന്നിട്ട് നിങ്ങൾ ഇനി ഫൈറ്റ് ചെയ്യല്ലേ. 2 പേരുടെയും ഭാഗത്തേക്കായിട്ടാണ് നമ്മൾ പറയേണ്ടത്. നിങ്ങൾ ഇനി ഫൈറ്റ് ചെയ്യല്ലേ, നല്ല മക്കളായിട്ടിരുന്നു എന്ന് എഴുതി നോക്ക് എന്ന് നമ്മൾ നല്ലോണം പറഞ്ഞു കഴിഞ്ഞാലില്ലേ, അവർക്ക് കിട്ടുന്നത് അവരുടെ ബ്രെയിനിനെ പോസാക്കി ഒന്ന് ബ്രീത്ത് ചെയ്യിച്ചു അവരും കാമാവുന്ന ലെവലിലേക്ക് വരികയാണ്. ഇത് ഭയങ്കര അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ടെക്നീക്കാണ്. നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മളെ ക്ലിനിക്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന പാരൻസിന് പറഞ്ഞു കൊടുക്കുകയും, അത് ഓരോ വീട്ടിലെ സിറ്റുവേഷനും ഓരോ പാരൻറ്റിനും അത് ഡിഫറെൻ്റ് ആയിരിക്കും. അത് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. ബട്ട് ബേസിക്കലി ഇമ്മീഡിയറ്റ് ആയിട്ട് അൺകോൺഷ്യസ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നതിന് പകരം കോൺഷ്യസ് ആവുക, പോസ്, ബ്രീത്ത് ആൻഡ് ദെൻ റെസ്പോണ്ട് എന്നുള്ളത് വളരെ സക്സസ്ഫുള്ളായിട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ റെസ്പോണ്ട് ചെയ്യുമ്പോൾ നമ്മുടെ ടോണും നമ്മുടെ വർത്തമാനവും ഒക്കെ കുറച്ചുകൂടി സ്നേഹത്തിലായിരിക്കും, കുറച്ചുകൂടി മയത്തിലായിരിക്കും. അത് മക്കൾക്കും ഗുണം ചെയ്യുന്ന രീതിയിലായിരിക്കും. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ലെറ്റ് മീ നോ ഹൗ ഇറ്റ് വെൻറ്റ് ഫോർ യു. താങ്ക് യു ഫോർ വാച്ചിങ്.